നമസ്കാരം. പുൽവാമ ഇസ്ലാമിക ഭീകരാക്രമണം 2019 ഫെബ്രുവരി 14 ആദിൽ അഹമ്മദ് ധാർ എന്ന കശ്മീരി സ്വദേശി സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു വാഹനവുമായി CRPF ജവാന്മാരുടെ ഒരു കോൺവോയിലേക്ക് ഇടിച്ചു കയറി 40ഓളം ധീര ജവാന്മാർ ഭാരതത്തിന് വേണ്ടി വീരബലിദാനികളായി. ആ സംഭവം നടന്നിട്ട് ഇന്നേക്ക് 7 വർഷങ്ങൾ തികയുന്നു. അപ്പോൾ ഈ 7 വർഷങ്ങൾ തികയുമ്പോൾ ആ വീരബലിദാനികളെ ഓർക്കുന്നതിനോടൊപ്പം തന്നെ കൃത്യം 13-ാം ദിവസം ഭാരതം അതിന് പ്രതികാരം ചെയ്തതും ഓർക്കേണ്ടതുണ്ട്. ഫെബ്രുവരി 26 പാകിസ്ഥാനിലെ ബാലാക്കോട്ടിൽ ജയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടന, ആ സംഘടനയുടെ അംഗമായിരുന്നു ഈ ആദിൽ അഹമ്മദ് ധാർ എന്ന ഭീകരവാദി. ആ ജയ്ഷെ മുഹമ്മദ് ആയിരുന്നു ഇതിന് പദ്ധതിയിട്ടതും അതിനുള്ള ആസൂത്രണങ്ങൾ ചെയ്തതും നടപ്പാക്കുവാൻ വേണ്ട സാധന സാമഗ്രികൾ ഈ ആദിൽ അഹമ്മദ് ധാറിൻ്റെ കയ്യിൽ എത്തിച്ചതും. അതിനെ തുടർന്ന് 2019 ഫെബ്രുവരി 26 പാകിസ്ഥാനിലെ ബാലക്കോട്ടിൽ ജയ്ഷെ മുഹമ്മദിൻ്റെ ഇസ്ലാമിക ഭീകരവാദ പഠന കേന്ദ്രങ്ങൾ ഭാരതീയ വ്യോമസേന ചുട്ടുചാമ്പലാക്കി. ഒപ്പം ഭീകരവാദി വിദ്യാർത്ഥികളും അവരുടെ ഉസ്താദുമാരും ഉൾപ്പെടെ ഏതാണ്ട് 300-ന് മേൽ ഭീകരവാദികളെ, ജിഹാദികളെ ഹോറിഫൈഡ് ആക്കുകയും ചെയ്തു. ഇതെല്ലാം വസ്തുതകളാണ്, ഇതെല്ലാം നാം ഓർക്കേണ്ട കാര്യങ്ങളാണ്. വീരബലിദാനികളെ ഓർത്ത് നമുക്ക് ദുഃഖിക്കാം, അവരെ ഓർത്ത് അഭിമാനം കൊള്ളാം. നാം നടത്തിയ പ്രതികാര നടപടി ഓർത്ത്, നമ്മുടെ രാഷ്ട്രം നടത്തിയ പ്രതികാര നടപടി ഓർത്ത് കൂടുതൽ അഭിമാനം കൊള്ളാം. പക്ഷേ അതിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല പുൽവാമ ഇസ്ലാമിക ഭീകരാക്രമണം. അത് ചില കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയും കൂടി വേണം. അതിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ആന്തരിക ഭീഷണികളെക്കുറിച്ച് നാം എപ്പോഴും ഓർക്കണം. പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദികൾ മാത്രമല്ല നമ്മുടെ രാഷ്ട്രത്തിന് ഭീഷണിയായി നിലകൊള്ളുന്നത്. കാരണം ആദിൽ അഹമ്മദ് ധാർ എന്നുള്ള ഈ വ്യക്തി, ജയ്ഷെ മുഹമ്മദിൻ്റെ പിണിയാളായി പ്രവർത്തിച്ച ഈ ഭീകരവാദി കശ്മീരി സ്വദേശിയായിരുന്നു. ഭാരതത്തിൻ്റെ ആനുകൂല്യങ്ങളെല്ലാം പറ്റി ഭാരതത്തിൽ താമസിച്ച് ഇത്തരത്തിലൊരു ആക്രമണത്തിന് ജയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുടെ പിണിയാളായി പ്രവർത്തിച്ച ആദിൽ അഹമ്മദ് ധാർ ഭാരതീയൻ തന്നെയായിരുന്നു, കശ്മീരി സ്വദേശിയായിരുന്നു. അയാൾ ആന്തരിക ഭീഷണിയാണെന്ന് ഞാൻ പറയുന്നത് വെറുതെ അല്ല പറയുന്നത്. കാരണം ഇത്തരം ഭീകരാക്രമണത്തിന് ഒരുക്കം നടത്തുമ്പോൾ തന്നെ അയാളൊരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. കാരണം കാഫിറുകളെ കൊല്ലുവാനാണ് ഞാൻ പോകുന്നത്, ഗോമൂത്രം കുടിക്കുന്ന ഹിന്ദുക്കളെ എല്ലാം ഞാൻ കൊല്ലും, ഞാൻ സ്വർഗത്തിലേക്കാണ് പോകുന്നത്, ജന്നത്തിലേക്കാണ് പോകുന്നത് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന അയാളുടെ മതവിശ്വാസം സംബന്ധിച്ച് ഉള്ള ഒരു അനുശാസനങ്ങളാൽ തന്നെയാണ് താൻ ഈ ഭീകരാക്രമണം നടത്താൻ പോകുന്നതെന്ന് അസന്നിഗ്ധമായി പറഞ്ഞു വയ്ക്കുന്ന ഒരു വീഡിയോ ഈ ആദിൽ അഹമ്മദ് ധാർ പുറത്തുവിട്ടിരുന്നു ഈ ആക്രമണത്തിന് മുൻപ്. ഇനി സമീപകാലത്ത് നടന്ന പെഹൽഗാം ഭീകരാക്രമണത്തിലേക്ക് വന്നാൽ അവിടെയും മതം തന്നെയായിരുന്നു പ്രശ്നം. അവിടെ പാകിസ്ഥാനിൽ നിന്ന് വന്ന ഭീകരവാദികളാണ് 26 സാധാരണക്കാരുടെ ജീവൻ മതം ചോദിച്ച് ഇസ്ലാമിക കലിമ ചൊല്ലാൻ അറിയാത്തവരെ, അതുമാത്രമല്ല ചൊല്ലാൻ അറിയാത്തവരെ പാൻ്റ് അഴിച്ച് മതം ഇസ്ലാം അല്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ക്രൂരമായി വെടിവെച്ചു കൊന്ന് ഭീകരവാദ പ്രവർത്തനം നടപ്പാക്കിയത് പാകിസ്ഥാനിൽ നിന്ന് വന്ന ഭീകരവാദികളാണ്. പക്ഷേ ഒരു ടൂറിസ്റ്റ് ഗൈഡ് ഒഴികെ മറ്റാരും പ്രാദേശികമായി ഇത്തരത്തിലുള്ള ഭീകരാക്രമണത്തിന് വിധേയരായ ആക്രമണത്തിൻ്റെ ഇരകളെ സഹായിക്കുവാൻ എത്തിയില്ല എന്നുള്ളതും വസ്തുതയാണ്. സൈന്യം എത്തുന്നതുവരെ യാതൊരു തരത്തിലുള്ള പ്രാദേശിക സഹായവും ഈ ഇരകളുടെ ഒപ്പമുണ്ടായിരുന്ന, കൊല്ലപ്പെട്ടവരുടെ ഒപ്പമുണ്ടായിരുന്ന ബന്ധുജനങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അതും വസ്തുതയാണ്. മറ്റൊരു കാര്യത്തിലേക്ക് വരാം, അടുത്തൊരു കാര്യത്തിലേക്ക് വരാം. റാഷിദ് അബ്ദുള്ള പേര് കേട്ടിട്ടുണ്ടാവും, പക്ഷേ ഓർമ്മയിൽ എവിടെയോ തങ്ങി നിൽക്കുന്നുണ്ടാവണം. കാരണം കേരളത്തിൽ നിന്ന് ഐസിസിൽ ചേരാൻ പോയി അതിൻ്റെ കേരളത്തിലേക്കുള്ള, ഭാരതത്തിലേക്കുള്ള റിക്രൂട്ടിംഗ് കമാൻഡറായി സ്ഥാനക്കയറ്റം കിട്ടിയൊരു ജിഹാദിയാണ്. ആ റാഷിദ് അബ്ദുള്ളയുടെ ഒരു ഓഡിയോ ക്ലിപ്പ് കുറേ കാലം മുമ്പ് പ്രചരിച്ചിരുന്നത് നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും. കാരണം നിങ്ങൾ ഭീകരപ്രവർത്തനം നടത്താനായിട്ട് സിറിയയിലോട്ടും അഫ്ഗാനിസ്ഥാനിലോട്ടൊന്നും വരുവാൻ സാധിച്ചില്ലെങ്കിൽ ഭാരതത്തിൽ തന്നെ അത്തരത്തിലുള്ള പ്രവർത്തികൾ നിങ്ങൾക്ക് ചെയ്തുകൂടെ? ഹൈന്ദവ ഉത്സവങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ഒരു വണ്ടി ഓടിച്ച് കയറ്റിക്കൂടെ? വാട്ടർ ടാങ്കുകളിൽ വിഷം കലർത്തിക്കൂടെ? ഒന്നും സാധിച്ചില്ലെങ്കിൽ ഒരു കത്തിയെടുത്ത് ഈ കാഫിറുകളെ കുത്തിക്കൊന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ
മതത്തിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തുകൂടെ എന്ന് ഭാരതത്തിലെ മുസ്ലിങ്ങളോട്, പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങളോട് ചോദിക്കുന്ന അല്ലെങ്കിൽ ആഹ്വാനം ചെയ്യുന്ന എന്ന് തന്നെ പറയാം. ഓഡിയോ ക്ലിപ്പ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഒപ്പം തന്നെ അരിയും മലരും കുന്തിരിക്കവും വീട്ടിൽ സൂക്ഷിച്ചു വെച്ചോ എന്ന് ക്രിസ്ത്യാനികൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന പോപ്പുലർ ഫ്രണ്ട് ജാഥയും നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആ മുന്നറിയിപ്പ് നൽകിയത് കേവലം 6 or 7 വയസ്സുള്ള ഒരു ബാലനാണെന്നുള്ളതാണ് കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒരു വസ്തുത. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടിച്ചേർത്ത് വായിക്കൂ. ആദിൽ അഹമ്മദ് ധാർ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആളായിരുന്നു. റാഷിദ് അബ്ദുള്ള ഐസിസിൻ്റെ ആളായിരുന്നു. ഈ അരിയും മലരും കുന്തിരിക്കവും ബാലനും അവൻ്റെ വാപ്പയും പോപ്പുലർ ഫ്രണ്ട്, സമീപകാലത്ത് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകരവാദ സംഘടനയുടെ ആളായിരുന്നു. ഇവരെല്ലാം വ്യത്യസ്ത സംഘടനകളിലുള്ള ആളല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളെപ്പോലും മണ്ടൻ വേറെ ആരുമില്ല എന്ന് ഞാൻ പറയും. കാരണം ഇതെല്ലാം അടിസ്ഥാനപരമായ ഒരു ഭീകരവാദ വിശ്വാസത്തിൻ്റെ അവാന്തര വിഭാഗങ്ങൾ മാത്രമാണ്. ഇവയെല്ലാം പോപ്പുലർ ഫ്രണ്ടുകാരൻ നാളെ ഐസിസ് ആകുവാൻ അധികം സമയം വേണ്ട. ഐസിസുകാരൻ നാളെ ജെയ്ഷെ മുഹമ്മദ് ആകുവാൻ ഒട്ടും സമയം വേണ്ട. ഇവരെല്ലാവരും ഭാരതത്തിൽ ഭീകരാക്രമണം നടത്തുവാനായി തീരുമാനിക്കുവാൻ ഈ ആദിൽ അഹമ്മദ് ധാറിനെ പോലെ തന്നെ ഒരു ഭീകരാക്രമണം ഞാനും നടത്തുവാൻ പോകുന്നു എന്ന തീരുമാനത്തിലെത്തുവാൻ വളരെ ചുരുക്കം സമയം മതി. അതാണ് ഞാൻ പറഞ്ഞത്. ആഭ്യന്തര ഭീഷണികൾ ഭാരതത്തിനുള്ളിൽ തന്നെ, ഒരുപക്ഷെ നമ്മുടെ അയൽവക്കത്ത് തന്നെ നാം അറിയാതെ നമ്മോടൊപ്പം തന്നെ ജീവിക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് പുൽവാമ ഇസ്ലാമിക ഭീകരാക്രമണത്തിൻ്റെ 7 വർഷങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അല്ലെങ്കിൽ പുൽവാമ ഭീകരാക്രമണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നാം ഓർത്തെടുക്കേണ്ട പ്രധാന ഘടകങ്ങളിൽ ഒന്ന്, അല്ലെങ്കിൽ ജാഗരൂകരായിരിക്കേണ്ട വസ്തുതകളിൽ ഒന്ന്. ഇത് തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ഒരുപക്ഷെ നാളെ ഇത്തരമൊരു ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ അധികമാണ്. കേരളത്തിൽ ഇത്തരത്തിലുള്ളൊരു ഭീകരാക്രമണം ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് നടക്കില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം വേണ്ട. കാരണം തൽക്കാലം, തമാശയായിട്ടാണെങ്കിലും നമ്മൾ പറയും, തൽക്കാലം ഭീകരവാദികൾ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ആക്രമണം നടത്തുന്നില്ല എന്നുള്ളൊരവസ്ഥയാണ് കേരളത്തിലുള്ളത്. വെറുതെ പറയുന്നതല്ല. ഭാരതത്തിൽ ഐസിസിലേക്ക്, ഇസ്ലാമിക ഭീകരവാദ സംഘടനകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടുള്ളതിൽ മുൻപന്തിയിൽ നിൽക്കുന്നൊരു സംസ്ഥാനമാണ് കേരളം. ആ ഭീകരവാദികൾ വിഷസർപ്പങ്ങളായി ആരും അറിയാതെ കേരളത്തിലേക്ക് എത്തിയാൽ ഒരുപക്ഷെ ഇവിടെയും റാഷിദ് അബ്ദുള്ള ആഗ്രഹിച്ചതുപോലെ ഹൈന്ദവാഘോഷങ്ങളുടെ ഇടയിലേക്കോ ക്രിസ്ത്യാനികളുടെ പള്ളിപ്പെരുന്നാളിൻ്റെ ഇടയിലേക്കോ വണ്ടികൾ ഇടിച്ചു കയറ്റപ്പെട്ടേക്കാം, വാട്ടർ ടാങ്കുകളിൽ വിഷം കലക്കപ്പെട്ടേക്കാം. അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുവാൻ അഹമ്മദാബാദിൽ റിസർച്ച് നടത്തിയിരുന്ന ഭീകരവാദികളായ ഡോക്ടർമാർ ഈ സമീപകാലത്ത് പിടിയിലായി. അതും ഓർക്കുക. ഇനി നിയമത്തിൻ്റെ ഭാഗത്ത് നിന്ന്, നിയമം ശരിയാണ്, നല്ല നിയമപാലകരുണ്ട്, അവർ കഴിയുന്നത്രത്തോളം സംരക്ഷണം നമുക്കൊരുക്കും, രഹസ്യാന്വേഷണ ഏജൻസികളും സംരക്ഷണം ഒരുക്കും. പക്ഷേ അവർക്കൊക്കെ ഒരു പരിധിയുണ്ട്. തന്നെയുമല്ല, കേരളത്തിലേക്ക് വരുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ, പെഹൽഗാം ഇസ്ലാമിക ഭീകരാക്രമണത്തിന് പ്രതികാരമായി പാകിസ്ഥാനെ ഭാരതം ആക്രമിച്ച ഓപ്പറേഷൻ സിന്ദൂറിനെ അഭിനന്ദിക്കുന്ന, അനുസ്മരിക്കുന്ന ചിഹ്നങ്ങൾ ഉത്സവത്തിനിടയിൽ പ്രദർശിപ്പിച്ച ഹൈന്ദവ ക്ഷേത്രങ്ങളെയും ക്രിസ്ത്യൻ പള്ളികളെയും ഒക്കെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ സജീവമായി ശ്രമിച്ച നിയമപാലകർ കേരളത്തിലുണ്ട്. ആ നിയമപാലകർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആണ് പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ അവരവരുടെ ഇഷ്ടമനുസരിച്ച് മാത്രമാണ് പ്രവർത്തിച്ചതെന്ന് ഞാൻ പറയുന്നില്ല. സർക്കാരിൻ്റെ പൂർണ്ണമായ പിന്തുണയും അവർക്കുണ്ട്, മൗനാനുവാദവും അവർക്കുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത്തരത്തിലൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന കേരളത്തിൽ ഒരു ഭീകരാക്രമണം ഉണ്ടാകുവാൻ അധികം സമയമൊന്നും വേണ്ട. അതിനെ ചെറുക്കുവാനും തടുക്കുവാനും ആത്യന്തികമായി വേണ്ടത് നാം ഓരോരുത്തരും ജാഗരൂകരായിരിക്കുക എന്നുള്ളതാണ്. അതിലൂടെ, ആ ജാഗരൂകരായിരിക്കുന്ന അവസ്ഥയിലൂടെ തന്നെ ഈ ആഭ്യന്തര ഭീഷണികളെ തിരിച്ചറിഞ്ഞാൽ അവരിൽ നിന്ന് ഒന്നുകിൽ അകലം പാലിക്കുക, അല്ലെങ്കിൽ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് അത്തരം ആഭ്യന്തര ഭീഷണികളുടെ വിവരം നൽകി അവരെ ഹോറിഫൈഡ് ആക്കുവാനുള്ള വഴികൾ നോക്കുക. അത്തരം മാർഗങ്ങൾ നോക്കിയാൽ എനിക്കും നിങ്ങൾക്കും നമ്മുടെ കുട്ടികൾക്കും വരും തലമുറകൾക്കും കൊള്ളാം. എന്തായാലും കേരളത്തെ ദൈവം രക്ഷിക്കട്ടെ. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV AIDS സംബന്ധമായ സംശയങ്ങൾക്ക്
1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.